നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ജീവപരിണാമത്തെക്കുറിച്ചാണ്, തിയറി ഓഫ് ബയോളജിക്കൽ എവല്യൂഷൻ. ഇതിനെക്കുറിച്ച് എത്ര തവണ സംസാരിച്ചു കഴിഞ്ഞാലും പിന്നെയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തെറ്റിദ്ധാരണകൾ ഇങ്ങനെ നിന്നുകൊണ്ട് തന്നെ ഇരിക്കും. പല ആളുകളും ജീവപരിണാമ സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി ഓഫ് ബയോളജിക്കൽ എവല്യൂഷൻ എന്ന് പറയുന്ന ഇന്ന് നമ്മുടെ ലോകത്തെക്കുറിച്ചുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ധാരണയുടെ, സയൻറ്റിഫിക് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഒരു ആണിക്കല്ലെന്ന് വിളിക്കാവുന്ന സിദ്ധാന്തത്തെ ആദ്യം പഠിക്കുന്നത് ആ സിദ്ധാന്തം തെറ്റാണെന്ന് വാദിക്കുന്നവരിൽ നിന്നാണ്. പലപ്പോഴും അതാണ് ആ സിദ്ധാന്തത്തിന് വന്നു ചേരുന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. സ്കൂളിൽ പഠിക്കുന്നതിന് മുമ്പ് തന്നെ പലരും ഇങ്ങനൊരു സിദ്ധാന്തമുണ്ട്, അത് തെറ്റാണ് എന്ന് ആദ്യമേ പഠിച്ചിരിക്കുന്നു. കാരണം പലപ്പോഴും അവരുടെ ധാരണകളെയോ വിശ്വാസ പ്രമാണങ്ങളെയോ ഒക്കെ ജീവപരിണാമ സിദ്ധാന്തം കോൺട്രഡിക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ തെറ്റാണെന്ന് തെളിയിക്കുന്നതായിട്ട് ഒരു ഭയം പലർക്കും ഉള്ളതുകൊണ്ട് കുട്ടികൾ ജീവപരിണാമ സിദ്ധാന്തം പഠിക്കുന്നതിന് മുമ്പ് തന്നെ അത് തെറ്റാണെന്ന ആശയം പലപ്പോഴും അവരിലേക്ക് കുത്തിവെക്കപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അനന്തരഫലം എന്ന് പറയുന്നത് മറ്റ് ഒരു സിദ്ധാന്തത്തിനും, സയൻസിലെ മറ്റ് സിദ്ധാന്തങ്ങൾക്കൊന്നും ഇല്ലാത്ത വിധത്തിൽ പരക്കെ തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് തിയറി ഓഫ് ബയോളജിക്കൽ എവല്യൂഷൻ. ചാൾസ് ഡാർവിനെ ഒരു പ്രഖ്യാപിത ശത്രുവായിട്ട് തന്നെ കാണുന്ന ആളുകളുണ്ട്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചാൾസ് ഡാർവിൻ തിയറി ഓഫ് ബയോളജിക്കൽ എവല്യൂഷൻ ആദ്യമായി പ്രപ്പോസ് ചെയ്ത ആളുകളിൽ ഒരാളാണ്. ഒരുപക്ഷെ അതിലേറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷനിലൂടെ ഏറ്റവും കൂടുതൽ പ്രശസ്തനായ ആളെന്ന് പറയാം. പക്ഷേ ചാൾസ് ഡാർവിൻ തുടങ്ങി വെച്ചിടത്തു നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോയ അവസ്ഥയിലാണ് ഇന്ന് സയൻസിൽ തിയറി ഓഫ് ബയോളജിക്കൽ എവല്യൂഷൻ നിലനിൽക്കുന്നത്. നത്തിങ് ഇൻ ബയോളജി മേക്സ് സെൻസ് എക്സെപ്റ്റ് അണ്ടർ ദ ലൈറ്റ് ഓഫ് എവല്യൂഷൻ എന്നൊരു കോട്ട് തന്നെയുണ്ട്. അതായത് ജീവശാസ്ത്രത്തിൽ ഒന്നിനും ജീവപരിണാമത്തിൻ്റെ വെളിച്ചത്തിലൂടെ അല്ലെങ്കിൽ അർത്ഥമില്ല എന്നാണ് അർത്ഥം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് തിയറി ഓഫ് ബയോളജിക്കൽ എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില തെറ്റിദ്ധാരണകളെക്കുറിച്ചാണ്. അതായത് വളരെ കോമൺ ആയിട്ട് ആളുകൾ വെച്ച് പുലർത്തുന്ന ചില തെറ്റിദ്ധാരണകളെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. അതെന്താണ് എന്നും അതെങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുവെന്നും മുമ്പും ഇതേ ചാനൽ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ അതിൽ താഴെ, മുമ്പ് ഈ ചാനലിൽ ബയോളജിക്കൽ എവല്യൂഷനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അതിൻ്റെ കീഴിൽ വന്ന പല കമൻറ്റുകളിൽ കൂടി കടന്നുപോയപ്പോൾ ശ്രദ്ധിച്ച പരക്കെ നിലനിൽക്കുന്ന ചില തെറ്റിദ്ധാരണകളെ ഓരോന്നോരോന്നായിട്ട് ഒന്ന് അഡ്രസ്സ് ചെയ്യാനാണ് നമ്മളിവിടെ ശ്രമിക്കുന്നത്. ആദ്യത്തെ കാര്യം, ഏറ്റവും ക്ലാസിക് ആയിട്ടുള്ള ചോദ്യം, ജീവപരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പല ആളുകളും ആദ്യം ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മനുഷ്യൻ കുരങ്ങിൽ നിന്നാണ് ഉണ്ടായതെങ്കിൽ ഇപ്പോഴും കുരങ്ങുകൾ എങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? ഇവിടെ പല തെറ്റിദ്ധാരണകൾ ഒരുമിച്ച് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. മനുഷ്യൻ കുരങ്ങളിൽ നിന്നാണ് വന്നതെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും കുരങ്ങന്മാരെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ കുറേ അധിക തെറ്റിദ്ധാരണകളുണ്ട്. ഒന്ന്, മനുഷ്യൻ കുരങ്ങിൽ നിന്നാണ് വന്നത് എന്ന് ബയോളജിക്കൽ എവല്യൂഷൻ പറയുന്നില്ല. രണ്ട്, മനുഷ്യർക്ക് ഉണ്ടാകാനുള്ളൊരു പ്രക്രിയയാണ് ബയോളജിക്കൽ എവല്യൂഷൻ എന്നും അർത്ഥമില്ല. അങ്ങനെ ഈ രണ്ട് തെറ്റിദ്ധാരണകൾ ആൾക്കുണ്ട്. മനുഷ്യർ കുരങ്ങിൽ നിന്നും ഉണ്ടായി എന്ന് പറയുമ്പോൾ കുരങ്ങുകൾ എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ കാട്ടിൽ കിടക്കുന്ന മനുഷ്യനെ അപേക്ഷിച്ച് വളരെ പ്രാകൃതരായിട്ടുള്ള ചില ജീവികൾ മാത്രമാണ്. നമ്മളുടെ പൂർവികർ കുരങ്ങന്മാരായിരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്തൊരു അഭിമാനക്കുറവൊക്കെ നമുക്ക് തോന്നിയേക്കാം. അതുകൊണ്ടുകൂടി ഒരു ഈഗോ ഹർട്ടാകുന്നത് കൊണ്ടോ അതിലൊരു അപമാനബോധം തോന്നുന്നത് കൊണ്ടോ ഒക്കെ കൂടി ഒരു പക്ഷേ ബയോളജിക്കൽ എവല്യൂഷനോട് ആദ്യമേ തന്നെ ഇഷ്ടക്കെട്ട് തോന്നുന്നവരുണ്ടാവാം. പക്ഷെ ഇവിടെ മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിനുള്ള ഉത്തരമല്ല സത്യത്തിൽ ബയോളജിക്കൽ എവല്യൂഷൻ, അല്ലെങ്കിൽ മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്നതിനുള്ള ഉത്തരം തരാൻ ബയോളജിക്കൽ എവല്യൂഷന് സാധിക്കും. പക്ഷേ ബയോളജിക്കൽ എവല്യൂഷൻ എന്ന് പറയുന്ന സിദ്ധാന്തം, പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉദ്ദേശം മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്ന് പറയലല്ല. അതിൻ്റെ ഉദ്ദേശം ഈ ഭൂമിയിൽ ജൈവ വൈവിധ്യം അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി എങ്ങനെ ഉണ്ടായി എന്ന് പറയല. ജീവൻ ഉണ്ടായി, ജീവൻ ഒരു പൊതുഗുണമാണ്. ജീവികൾ ഉണ്ടാകുമ്പോൾ ഇന്ന് കാണുന്നതരം വ്യത്യസ്ത തരം ബില്യൺസ്, നൂറുകണക്കിന് കോടി വ്യത്യസ്ത ജീവി വർഗ്ഗങ്ങൾ ഇന്ന് ഭൂമിയിലുണ്ട്. ഇത്രയും വ്യത്യസ്തമായ ജീവിവർഗ്ഗങ്ങൾ എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം തരാനാണ് ബയോളജിക്കൽ എവല്യൂഷൻ ഉണ്ടാകുന്നത്. ആ അസംഖ്യം ജീവിവർഗ്ഗങ്ങളിൽ ഒന്നും മാത്രമാണ് ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന മനുഷ്യർ. അപ്പോൾ ഈ ജൈവ വൈവിധ്യം എങ്ങനെ ഉണ്ടായി എന്ന് വിശദീകരിക്കുന്നതിനിടയിലാണ്, അതിൻ്റെ ഒരു ചെറിയ പാർട്ടായിട്ടാണ് മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്ന് ബയോളജിക്കൽ എവല്യൂഷൻ വിശദീകരിക്കുന്നത്. മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടല്ല തിയറി ഓഫ് ബയോളജിക്കൽ എവല്യൂഷൻ ഉണ്ടായിരിക്കുന്നത്. രണ്ടാമത്തെ പ്രശ്നം, ഇതേ ചോദ്യത്തിൽ രണ്ടാമത്തെ പ്രശ്നം, മനുഷ്യർ കുരങ്ങുകളിൽ നിന്നുണ്ടായി എന്ന് ബയോളജിക്കൽ എവല്യൂഷൻ പറയുന്നതേയില്ല. മറിച്ച് അത് പറയുന്നത് മനുഷ്യരും കുരങ്ങുകളും ഒരു പൊതു പൂർവികനിൽ നിന്നുണ്ടായി എന്നാണ്. അത് മനുഷ്യനും കുരങ്ങിലും മാത്രമല്ല, ഭൂമിയിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ ജീവി വർഗ്ഗങ്ങൾക്കും ഒരു പൊതു പൂർവികനുണ്ട് എന്നാണ് ബയോളജിക്കൽ എവല്യൂഷൻ പറയുന്നത്. അത് കുരങ്ങുകൾക്ക് മാത്രമല്ല, അത് ഒച്ചിനും അമീബയ്ക്കും
നമ്മൾ കാണുന്ന എല്ലാ ജീവികൾക്കും, കോഴിക്കും പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ മനുഷ്യനുള്ളതുപോലെ മനുഷ്യൻ്റെ ഇത് കൂടി എന്ന് അവകാശപ്പെടാവുന്ന ഒരു കോമൺ ആൻസസ്റ്റർ, പൊതു പൂർവികനുണ്ട് എന്നാണ് ബയോളജിക്കൽ എവല്യൂഷൻ പറയുന്നത്. ഇതൊരു ഊഹമല്ല, മറിച്ച് ജീവികളെ ജീവികളാക്കുന്നത്, ഒരു ജീവിയുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ DNA ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ജനിതക വസ്തുവാണ്. ജനറ്റിക് കോഡ് എന്ന് പറയുന്ന ഒരു വസ്തു, ഒരു കാര്യമാണ്. അതാണ് ഒരു ജീവിയുടെ ബ്ലൂ പ്രിൻറ്റ്. അതിൽ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും കോമണായി ചില ഭാഗങ്ങൾ പങ്കിടുന്നു. ഈ DNA എന്ന് പറഞ്ഞാൽ വലിയ നീണ്ട ഒരു മോളിക്യൂൾ, തന്മാത്ര, വളരെ നീണ്ടൊരു നെടുങ്കൻ തന്മാത്രയാണ്. ആ തന്മാത്രയുടെ ഓരോ ഫംഗ്ഷൻ, ഓരോരോ ധർമ്മങ്ങൾ നിർവഹിക്കുന്നത്, ഒരു പ്രത്യേക പ്രോട്ടീൻ ഉണ്ടാക്കുന്നതായിക്കോട്ടെ, തൊലിയുടെ നിറം തീരുമാനിക്കുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ആ ഓരോ പ്രത്യേക ഫംഗ്ഷൻ നിർവഹിക്കുന്ന ഒരു ഫംഗ്ഷൻ ബ്ലോക്കിനെയാണ് നമ്മളൊരു ജീൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ പല പല ജീനുകൾ പല പല ജോലികൾ, പല പല ഫങ്ഷൻസ് നിർവഹിക്കുന്നു. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും കുറേ ജീനുകൾ പൊതുവായി പങ്കിടുന്നു. അത് മനുഷ്യനും ചിമ്പാൻസികൾ അല്ലെങ്കിൽ കുരങ്ങന്മാരും മാത്രമല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം പരിണാമം ഒരു വൃക്ഷമാണ്. അതൊരു പൊതുവായ റൂട്ടിൽ നിന്ന് തുടങ്ങുന്നു, അത് പല ശാഖകളായിട്ട്, പല ബ്രാഞ്ചുകളായിട്ട് പിരിയുന്നു. ഒരു മരത്തിൻ്റെ പല പല ശാഖകളിൽ, പല പല ഉപശാഖകളിൽ, പല പല അറ്റങ്ങളിൽ, പല പല ഇലകളിൽ വന്നത് അവസാനിക്കുന്നത് പോലെ ഓരോ ശാഖയുടെയും ഓരോ എൻഡിൽ കാണുന്ന ജീവികളാണ് നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ ജീവികളും. ആ എൻഡിലൂടെ നമ്മൾ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു തായ്തടിയിലേക്ക് തിരിച്ചെത്തും. ആ തായ്തടിയെയാണ് നമ്മൾ പൊതു പൂർവികൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സകല ജീവികളുടെയും പൊതുവായ ഒരു പൂർവികൻ ഉണ്ട്. ആ പൂർവികനെ നമ്മൾ വിളിക്കുന്നത് ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസസ്റ്റർ ലൂക്ക എന്നാണ്. ലൂക്ക എങ്ങനെ ഇരുന്നു നമുക്കറിയില്ല. നമുക്കറിയാവുന്നത് എല്ലാ ജീവികളുടെയും ജനിതകമായിട്ടുള്ള ഹിസ്റ്ററി പിന്നിലേക്ക് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നമ്മളവിടെ എത്തിച്ചേരും. ഒരു ജീവിയെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതിൻ്റെ ജീനാണ്. അതുകൊണ്ടാണ് നമുക്കിപ്പോഴും കോടതിയിൽ ഈ ആധുനിക കാലത്ത് ഒരു പിതൃത്വ തർക്കം വരുമ്പോൾ, ഒരു പാരന്റ് ഡിസ്പ്യൂട്ട് വരുമ്പോൾ അച്ഛൻ ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ജനിതക പഠനം നടത്തുന്നത് അതുകൊണ്ടാണ്. ഈ ജനിതക പഠനത്തിൽ നിങ്ങൾക്ക് സംശയമില്ലെങ്കിൽ ഈ ജനിതക പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നത്തെ ആധുനിക പരിണാമ സിദ്ധാന്തം നിൽക്കുന്നത് എന്നുകൂടി അറിയണം. ഇത് സെലക്റ്റീവായിട്ട് എടുക്കരുത്, ഒരുമിച്ചെടുക്കണം. ഒന്നുകിൽ നിങ്ങൾ DNA ടെസ്റ്റിനെ മൊത്തം തള്ളിക്കളയേണ്ടി വരും. കാരണം DNA ടെസ്റ്റിലൂടെ എങ്ങനെയാണോ അതിൻ്റെ പർപ്പസ് സെർവ് ചെയ്യപ്പെടുന്നത്, അതേ പർപ്പസാണ് നമ്മൾ ആ ജനിതക ഹിസ്റ്ററി പിന്നിലേക്ക് പരിശോധിച്ച് പോകുമ്പോൾ ഈ തിരിച്ചറിവ് വെളിപ്പെട്ട് കിട്ടുന്നത്. തീർച്ചയായിട്ടും ഡാർവിൻ്റെ കാലത്ത് ജനിതക പഠനം ഇങ്ങനെ ആയിട്ടില്ല. ഡാർവിൻ മറ്റ് പല ദിശകളിലൂടെയാണ് ഈ തിരിച്ചറിവിലേക്ക് എത്തിയതെങ്കിൽ ഇന്ന് ഡാർവിന് ശേഷം ജനിതക പഠനം ഒരുപാട് മുന്നോട്ട് പോയ ശേഷം ഡാർവിന് പോലും അറിയാത്ത ഒരുപാട് വിശദാംശങ്ങളോടെ വളരെ ഉറപ്പിക്കപ്പെട്ടൊരു സിദ്ധാന്തമായിട്ട് ബയോളജിക്കൽ എവല്യൂഷൻ മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യരെ ഉണ്ടാക്കുന്നതിനുള്ളൊരു സിദ്ധാന്തം, അല്ലെങ്കിൽ മനുഷ്യരെങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നതിനുള്ളൊരു സിദ്ധാന്തമല്ല ജീവപരിണാമ സിദ്ധാന്തം. ജൈവ വൈവിധ്യം എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്ന കൂട്ടത്തിൽ മനുഷ്യരെങ്ങനെ ഉണ്ടായി എന്ന് കൂടി അതിന് പറയാൻ കഴിയുന്നത് മാത്രമാണ്. മനുഷ്യർ കുരങ്ങന്മാരിൽ നിന്നുണ്ടായി എന്നല്ല അത് പറയുന്നത്. എല്ലാ ജീവികളും പൊതുവായി ഒരു കോമൺ ആൻസസ്റ്ററിനെ പങ്കിടുന്നു, ഒരേ പൊതു പൂർവികയിൽ നിന്നാണ് ഉണ്ടായത്. ആ പരിണാമ ശാഖകൾ പരിശോധിച്ചു വരുമ്പോൾ ഏറ്റവും അവസാനം മനുഷ്യരിൽ നിന്നും വഴിപിരിഞ്ഞു പോയത് ചിമ്പാൻസികളാണ്. അല്ലെങ്കിൽ മനുഷ്യനും ചിമ്പാൻസിക്കും കുറച്ചു കാലം മുമ്പ്, ഒരു 50 ലക്ഷം വർഷം മുമ്പ് ഒരേ പൂർവിക ജീവിയെ ഉണ്ടായിരുന്നു. അന്ന് മനുഷ്യരുമില്ല, ചിമ്പാൻസികളുമില്ല. ആ പൂർവിക ജീവികളിൽ പുതിയ തലമുറകൾ ഉണ്ടായപ്പോൾ ആ ജീവികളിൽ വന്ന ചെറിയ വ്യത്യാസങ്ങൾ പതിയെ അക്യുമുലേറ്റ് ചെയ്ത് ഓരോന്നോരോന്നായിട്ട് കൂടിച്ചേർന്ന് ആ തലമുറകൾ 2 തരം ജീവികളായിട്ട് വഴിപിരിഞ്ഞു പോയ കൂട്ടത്തിലാണ് ഒരു ബ്രാഞ്ചിൽ മനുഷ്യനും മറ്റൊരു ബ്രാഞ്ചിൽ ചിമ്പാൻസികളും ഉണ്ടായത്. അതിന് തൊട്ട് മുമ്പ് ഗൊറില്ലകൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഗൊറില്ലകളും പിന്നെ മനുഷ്യനും ചിമ്പാൻസികൾക്കും പൂർണ്ണമായി പൊതുവായി ഉണ്ടായിരുന്ന ആ പൂർവികനും അതിനും കുറേ കാലം മുമ്പ്, ലക്ഷക്കണക്കിന് വർഷം മുമ്പ് ഒരു പൊതുശാഖയിൽ നിന്നും വേർപിരിഞ്ഞവരാണ്. അങ്ങനെ നമ്മൾ പിന്നിലേക്ക് അന്വേഷിച്ച് പോകുമ്പോൾ ഈ തായ്തടി എന്ന് പറയുന്ന ലൂക്കയിൽ നമ്മൾ എത്തിച്ചേരും. ലൂക്ക ഭൂമിയിലുണ്ടായ ആദ്യത്തെ ജീവിയല്ല. ഭൂമിയിലുണ്ടായ ആദ്യത്തെ ജീവിയുടെ പിന്തലമുറക്കാരിൽ നിന്നുണ്ടാകണം നിർബന്ധമില്ല. നമുക്കറിയാവുന്നത് ഇന്ന് കാണുന്ന ഭൂമിയിലെ സകല ജീവികളുടെയും പൊതുവായ ഒരു ജനിതക പൂർവികൻ ആയിരുന്ന ഒരു ജീവിയാണ് ലൂക്ക. അതെങ്ങനെയിരുന്നു നമുക്കറിയില്ല. നമുക്കതിൻ്റെ ജനിതകമായിട്ടുള്ള വിവരണം മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ തെറ്റിദ്ധാരണ ഇവിടെ ഒഴിവാക്കണം. മനുഷ്യർ കുരങ്ങന്മാരിൽ നിന്ന് വന്നു എന്ന് പരിണാമ സിദ്ധാന്തം പറയുന്നതേയില്ല. മനുഷ്യർക്കും കുരങ്ങന്മാർക്കും പൊതുവായൊരു പൂർവികൻ ഉണ്ടായിരുന്നു എന്നാണത് പറയുന്നത്. മനുഷ്യനും കുരങ്ങനും മാത്രമല്ല, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ ജീവികൾക്കും പൊതുവായ ഒരു പൂർവികൻ ഉണ്ട്. ആ പൂർവികൻ എത്ര കാലം മുമ്പാണ് ജീവിച്ചിരുന്നത് എന്നുള്ളത് നമ്മൾ ഏത് ജീവിയുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നതിനനുസരിച്ച് മാറും എന്നത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത തെറ്റിദ്ധാരണയിലേക്ക് വരണം. അത്
ഈ ജീവപരിണാമം എന്ന് പറയുന്നത് ഒരുതരം പുരോഗതിയിലേക്കുള്ള പോക്കാണ് എന്നൊരു ധ്വനി പലപ്പോഴും തോന്നിപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ച് മനുഷ്യപരിണാമത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ചിത്രമുണ്ട്. മാർച്ച് ഓഫ് പ്രോഗ്രസ് എന്ന് വിളിക്കുന്ന, ഒരറ്റത്ത് കുരങ്ങനെ പോലിരിക്കുന്ന ഒരു ജീവിയും വലത്തെ അറ്റത്ത് മനുഷ്യനും നിൽക്കുന്ന, അതിനിടയ്ക്ക് പല 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 ഇടത്തരം ജീവികൾ വരുന്ന ഒരു പ്രോഗ്രസ് കാണിക്കുന്ന ഒരു ചിത്രീകരണമുണ്ട്, മാർച്ച് ഓഫ് പ്രോഗ്രസ് എന്ന പേരിൽ. അത് കാണുമ്പോൾ അതാണ് ജീവപരിണാമ സിദ്ധാന്തം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും ഈ മനുഷ്യനെന്ന് പറഞ്ഞ എല്ലാം തികഞ്ഞ ഒരു സമ്പൂർണ്ണ ജീവിയെ പെർഫെക്ഷനിലേക്ക് കൊണ്ടെത്തിക്കുന്നതിനുള്ള പ്രോസസ്സാണ് ജീവപരിണാമമെന്ന്. ജീവപരിണാമ സിദ്ധാന്തത്തിൽ അങ്ങനെ ഒരു പെർഫെക്ഷനിലേക്കുള്ള പോക്കോ ഒരു പുരോഗതിയോ ഒന്നും അടങ്ങിയിട്ടില്ല. അതാകെ ചെയ്യുന്നത് പുതിയ തലമുറകൾ ഉണ്ടാകുമ്പോൾ ജനിതകപരമായിട്ടുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ അനേകം വ്യത്യാസങ്ങൾ ഓരോ തലമുറയിലും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഭൂരിഭാഗം വ്യത്യാസങ്ങളും ഒരു മാറ്റവും ഉണ്ടാക്കാതെ കടന്നു പോകും. ചിലത് ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും, അതായത് ആ ജീവിക്ക് കൂടുതൽ അതിജീവനം എളുപ്പമാക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ. ചിലത് ദോഷകരമായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും, ആ ജീവിക്ക് നിലനിൽക്കാൻ കഴിയില്ല, എന്തെങ്കിലും ഒരു ജനിതകപരമായ അസുഖം വന്നാൽ ചത്തുപോകാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ മൂവ്മെൻറ്റ് കഴിയാതെ വരുന്ന, കാഴ്ചയില്ലാതെ പോകുന്ന, അങ്ങനെ എന്തെങ്കിലും ജനിതക പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് അടുത്ത തലമുറയിലേക്ക് പോകില്ല. കാരണം അത് ആ തലമുറ നശിച്ചു പോകുന്നതിലേക്കാണ് നയിക്കുന്നത്. കാരണം അത് അതിജീവനത്തിന് പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് പിന്നെയും തലമുറകളിലേക്ക് കടന്ന് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ കൂടുതൽ അതിജീവനം എളുപ്പമാക്കുന്ന ചെറിയ പ്രത്യേകതകൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പല തലമുറകളിലേക്ക് കൂടിച്ചേർന്നാണ് ഇവ വ്യത്യസ്ത ജീവിവർഗ്ഗങ്ങളായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഒരു പുതിയ ജീവിവർഗ്ഗമായിട്ട് അത് ഉരുത്തിരിയുന്നത്. അത് അതാത് സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള മാറ്റങ്ങളെ അനുകൂലിക്കുന്നു, അല്ലെങ്കിൽ സെലക്റ്റീവായിട്ട് തിരഞ്ഞെടുക്കുന്നു. അതിന് നമ്മൾ വിളിക്കുന്നത് സ്വാഭാവിക നിർദ്ധാരണം അല്ലെങ്കിൽ നാച്ചുറൽ സെലക്ഷൻ എന്നാണ്. അതാണ് പരിണാമത്തിൻ്റെ അടിസ്ഥാനം. അതൊരു അപ്പോഴത്തെ സൗകര്യത്തിനനുസരിച്ചിട്ട് താനേ നടക്കുന്നൊരു പ്രക്രിയയാണ്. അതായത് സ്വാഭാവികമായി തിരഞ്ഞെടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരു പെർഫെക്ഷനിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടക്കുന്ന, ഒരു പുരോഗതിയിലേക്ക് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടു കൂടി നടക്കുന്ന ഒരു പ്രക്രിയ അല്ല ജീവപരിണാമ സിദ്ധാന്തം. അപ്പോൾ പ്രോഗ്രസ് എന്ന വാക്കിന് പ്രത്യേകിച്ച് അവിടെ പ്രസക്തിയൊന്നുമില്ല. അതായത് എന്താണ് അനുകൂലമായിരിക്കുന്നത് എന്നുള്ളത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറും. ഒരു കരടിയുടെ നിറം കറുപ്പാണോ വെളുപ്പാണോ, അത് ഏതാണ് നല്ലത് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. കാരണം മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലത്ത് ജീവിക്കുന്ന ഒരു ഹിമക്കരടിക്ക് വെള്ള നിറമാണ് അനുകൂലം. അതിന് ഒളിച്ചിരിക്കാനും അതിനെ ഉപദ്രവിക്കാൻ വരുന്ന ഇരപിടിയന്മാരിൽ നിന്ന് മാറി നിൽക്കാനും അതിന് ഒളിഞ്ഞിരുന്ന് അതിൻ്റെ ഇരകളെ പിടിക്കാനും ഒക്കെ വെള്ള നിറമാണ് അനുകൂലം. കാട്ടിൽ ജീവിക്കുന്ന കരടിക്ക് കറുത്ത നിറമാണ് അനുകൂലം. അവിടെ വെള്ള നിറം പെട്ടെന്ന് പിടിക്കപ്പെടും, അതിന് ഒളിച്ചിരിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് വെള്ള നിറമുള്ള കരടിയാണോ കറുത്ത നിറമുള്ള കരടിയാണോ കൂടുതൽ പുരോഗതിയുള്ള കരടി എന്ന ചോദ്യത്തിന് അർത്ഥമില്ല. അതെവിടെയാണ് ജീവിക്കുന്നതനുസരിച്ചിട്ട് അതിന് കൂടുതൽ അതിജീവനത്തിന് അനുകൂലമായിട്ടുള്ള പ്രത്യേകത ഏത് എന്ന ചോദ്യം മാത്രമേ നമുക്ക് ചോദിക്കാൻ കഴിയൂ. രണ്ടാമത്തെ തെറ്റിദ്ധാരണ പുരോഗതിയിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പെർഫെക്ഷനിലേക്കോ ഉള്ള യാത്രയല്ല ജീവപരിണാമം. അത് ഒരു ദിശാബോധമില്ലാത്ത പ്രക്രിയയാണ്. ഇതുമായിട്ട് ചേർത്ത് പറയേണ്ടതാണ് അടുത്ത തെറ്റിദ്ധാരണ. അതായത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ജീവികൾക്ക് മാത്രമേ അതിജീവനം സാധ്യമാകൂ എന്നാണ് പരിണാമ സിദ്ധാന്തം പറയുന്നത്. അല്ല, ഈ സ്ട്രോങ് എന്ന് പറഞ്ഞ വാക്ക് നേരത്തെ നമ്മൾ ഏത് നിറമാണ് കൂടുതൽ മികച്ചത്, കൂടുതൽ പെർഫെക്ഷൻ ഉള്ളതെന്ന് ചോദിക്കുന്നത് പോലെ തന്നെയാണ്. അവിടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ കായിക ബലത്തിന് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല. ആ പ്രത്യേക സാഹചര്യത്തിൽ ചിലയിടങ്ങളിൽ അതിന് കൂടുതൽ ലൈറ്റായിട്ടുള്ള ശരീരമായിരിക്കും. പറക്കാൻ കഴിയുന്ന ഒരു ജീവിക്ക് കൂടുതൽ ഭാരം കുറഞ്ഞ ശരീരമാണ് ആവശ്യം. അതായത് വെച്ചാൽ എന്തെങ്കിലും വലിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ ആ ജീവിക്ക് കായിക ബലം അത്യാവശ്യമാണ്. അപ്പോൾ അതെല്ലാം സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതാണ്. അതായത് എന്തെങ്കിലും തരത്തിലുള്ള കായികക്ഷമതയല്ല ഇവിടെ ഫിറ്റ്നസ് തീരുമാനിക്കുന്നത്. പ്രത്യേകിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാക്ക് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നൊരു വാക്കുണ്ട്. ബയോളജിക്കൽ എവല്യൂഷൻ പഠിക്കുമ്പോൾ ആ വാക്ക് നമ്മൾ ശ്രദ്ധിക്കും. അവിടെ ഈ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന വാക്ക് പലരും ഈ കായികക്ഷമതയായിട്ട് കൂടുതൽ കായിക ബലമുള്ളതിനെ ആണ് നമ്മൾ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നതെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതും തെറ്റിദ്ധാരണ മാത്രമാണ്. കായിക ബലത്തിന് ഇവിടെ പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഒന്നുമില്ല. ചിലയിടങ്ങളിൽ കായിക ബലം കൂടുതൽ അതിജീവനം സാധ്യമാക്കിയേക്കാം എന്നേ ഉള്ളൂ. അതൊരു ഗ്യാരണ്ടി അല്ല. അത് ഓരോ സാഹചര്യങ്ങൾക്കും ഈ പറഞ്ഞതുപോലെ പരിണാമം ഏത് ജീവിയിൽ എവിടെ ഏത് സാഹചര്യത്തിൽ ഏത് കാലഘട്ടത്തിലാണ് നടക്കുന്നതെന്നനുസരിച്ചിട്ട് അതിന് കൂടുതൽ ഫിറ്റായ സവിശേഷത ഏത് എന്നുള്ളതും മാറും. അടുത്ത തെറ്റിദ്ധാരണ ഒരു ജീവി പരിണമിച്ച് മറ്റൊരു ജീവിയായിട്ട് മാറുന്നതാണ് ജീവപരിണാമം എന്ന് പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ക്ലാസിക് തെറ്റിദ്ധാരണയായിട്ടുള്ള കുരങ്ങൻ പരിണമിച്ച് മനുഷ്യനായി എന്ന് മനസ്സിലാക്കിയ ഒരാൾ അതോടൊപ്പം ചേർത്ത് കൊണ്ടുവരുന്ന ഒരു തെറ്റിദ്ധാരണയാണ് ഒരു കുരങ്ങൻ രാത്രി ഉറങ്ങാൻ പോകുന്നു, പിറ്റേന്ന് രാവിലെ അത് മനുഷ്യനായിട്ട് പരിണമിച്ച് എഴുന്നേൽക്കുന്നു. ഇങ്ങനെ ഒരു ധാരണ, കുരങ്ങൻ്റെ കാര്യം നമ്മൾ നേരത്തെ തീരുമാനമാക്കിയതാണ്. ഒരു ജീവിയിൽ വരുന്ന മാറ്റത്തെ
നമ്മൾ ജീവപരിണാമത്തിൻ്റെ പരിധിയിൽ പെടുത്താറേയില്ല. അങ്ങനെയല്ല ജീവപരിണാമം നടക്കുന്നത്. ജീവപരിണാമം ഏതെങ്കിലും ഒരു ജീവിയുടെ ശരീരത്തിൽ നടക്കുന്ന മാറ്റമല്ല, മറിച്ച് അതൊരു ജീവിവർഗങ്ങൾ തലമുറകളായി മുമ്പോട്ട് പോകുമ്പോൾ ഓരോ തലമുറയിലും വരുന്ന മാറ്റങ്ങൾ പതിയെ അക്യുമുലേറ്റ് ചെയ്ത് സംഭവിക്കുന്ന, ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പല തലമുറകൾ കൊണ്ട് സംഭവിക്കുന്ന ഒരു മാറ്റമാണ് ജീവപരിണാമം. ഒരു ജീവിയുടെ ശരീരത്തിൽ അതുണ്ടാകില്ല. തീർച്ചയായിട്ടും ജനിതക ഘടനയിൽ വരുന്ന മാറ്റം, ജനറ്റിക് ചേഞ്ച്, അതിനെ നമ്മൾ മ്യൂട്ടേഷൻസ് എന്നാണ് വിളിക്കുന്നത്. മ്യൂട്ടേഷൻസ് ആണ് ഈ പരിണാമത്തിൻ്റെ അടിസ്ഥാനം. ഒരു ജീവിയുടെ ശരീരത്തിൽ വരുന്ന മ്യൂട്ടേഷൻ ആ ജീവിയുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാം. പക്ഷെ അത് ജീവപരിണാമത്തിലൂടെ പുതിയ ജീവവർഗങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ വിശദീകരണമല്ല. ഉദാഹരണത്തിന്, അത്യധികം ഉയർന്ന തലത്തിൽ ഒരു അയണൈസിങ് റേഡിയേഷന് വിധേയമാകുന്ന ഒരാളുണ്ടെന്ന് കരുതുക. അക്യൂട്ട് റേഡിയേഷൻ സിൻഡ്രം, ARS എന്ന് വിളിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ചെർണോബിൽ ആണവ ദുരന്തമൊക്കെ ഉണ്ടായപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് അതൊരു എക്സ്ക്ലൂഷൻ സോണായിട്ട് പ്രഖ്യാപിച്ചതെന്ന ചോദ്യത്തിന് ഉത്തരവ് അതാണ്. അവിടെ വളരെ കൂടിയ അളവിൽ അയണൈസിങ് റേഡിയേഷൻ ഉണ്ട്. ഗാമ വികിരണങ്ങൾ പോലുള്ള വളരെ കൂടിയ എനർജി വഹിക്കുന്ന വികിരണങ്ങളുണ്ട്. ഈ വികിരണങ്ങൾ നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കോശങ്ങൾക്കുള്ളിലുള്ള DNA ഈ വികിരണങ്ങൾക്ക് ഡാമേജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ജനിതകരമായിട്ടുള്ള തകരാറുകൾ ഉണ്ടാക്കും. ഏത് ജീനിനാണോ തകരാറ് സംഭവിക്കുന്നത് അതിന് ആ ജീൻ ശരീരത്തിൽ നിർവഹിക്കേണ്ട സ്വാഭാവികമായിട്ടുള്ള ഫങ്ഷൻസ് നിർവഹിക്കാൻ കഴിയാതെ പോകും. അത് ഏതെങ്കിലും പ്രോട്ടീനിൻ്റെ സിന്തസിസ് ആകാം. അത് ആ ജീവിയുടെ ശരീരത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ക്യാൻസർ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കും. സ്വാഭാവികമായിട്ട് ഇത്തരം ജനിതക മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സ്വാഭാവികമായിട്ട് ക്യാൻസർ ഉണ്ടാകുന്നത്. ഇതുപോലുള്ള കെമിക്കൽ കാർസിനോജനുകൾ എന്ന് വിളിക്കുന്ന ക്യാൻസർ ഉണ്ടാക്കാൻ കഴിയുന്ന വസ്തുക്കൾ ചെയ്യുന്നതും ഇത് തന്നെയാണ്. ഈ മ്യൂട്ടേഷൻസ് ഉണ്ടാക്കുന്നത് ക്യാൻസറിന് കാരണമാകുന്നു. അത് ആ ജീവിയുടെ ശരീരത്തിലുണ്ടാകുന്നതാണ്. ഇതൊരിക്കലും അടുത്ത ജനിതക ഘടനയിലേക്ക് പോകില്ല. കാരണം അടുത്ത തലമുറയിലേക്ക് ഈ ജനിതക ഘടന വ്യത്യാസം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആ ജീവിയുടെ സെക്സ് സെല്ലുകളിൽ, ലൈംഗിക കോശങ്ങളിലായിരിക്കണം ഈ മാറ്റം വരുന്നത്. കാരണം അതാണ് അടുത്ത തലമുറ ഉണ്ടാക്കുന്നത്. അച്ഛൻ്റെ ബീജവും അമ്മയുടെ അണ്ടവും ചേർന്നുണ്ടാകുന്നതാണ് പുതിയ തലമുറ. അപ്പോൾ ഈ ബീജത്തിലോ അണ്ടത്തിലോ വരുന്ന മാറ്റം മാത്രമേ അടുത്ത തലമുറയിലേക്ക് പോകുള്ളൂ. എൻ്റെ രക്തകോശത്തിലുള്ള ഒരു ജനിതക വ്യത്യാസം ഒരിക്കലും എൻ്റെ അടുത്ത തലമുറയിലേക്ക് പോകില്ല. അപ്പോൾ ഈ ഒരു മാറ്റം അപ്പോഴും ഒരു ചെറിയ ജനിതക മ്യൂട്ടേഷൻ വന്നതുകൊണ്ട് അടുത്ത തലമുറ പുതിയൊരു ജീവിവർഗമായിട്ട് മാറില്ല. രണ്ട് ജീവിവർഗങ്ങൾ വ്യത്യസ്തമാകുന്നത് ഈ രണ്ട് ജീവിവർഗങ്ങൾക്ക് പരസ്പരം ഇണചേർന്ന് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ്. ആ ഒരു ജീവിവർഗത്തിനുള്ളിലാണ് എപ്പോഴും സംഭവിക്കുന്നത്. അത് ഒരു തലമുറ കൊണ്ട് വരുന്ന മാറ്റമല്ല, അത് പല തലമുറകൾ. അതായത് എൻ്റെ ഫോട്ടോ എടുക്കുന്നു, എൻ്റെ ഫോട്ടോയുടെ അടിയിൽ എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ വെക്കുന്നു, അതിനടിയിൽ അച്ഛൻ്റെ ഫോട്ടോ വെക്കുന്നു, അച്ഛൻ്റെ ഫോട്ടോ അതിനടിയിൽ വെക്കുന്നു. അങ്ങനെ ഒരു സ്റ്റാക്ക് ഓഫ് ഫോട്ടോസ് വെക്കുന്നതായിട്ട് സങ്കല്പിക്കും. അങ്ങനെ ലക്ഷക്കണക്കിന് ഫോട്ടോസ് അടുക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ലക്ഷക്കണക്കിന് ഫോട്ടോ ഉയരമുള്ള, ഒരുപക്ഷെ മീറ്റർ കണക്കിന് ഉയർന്നു നിൽക്കുന്ന ഈ ഫോട്ടോയുടെ സ്റ്റാക്കിൻ്റെ ഏറ്റവും അടിയിലിരിക്കുന്നത് മനുഷ്യജീവി ആയിരിക്കില്ല. ആ ജീവിയുടെ ഫോട്ടോ എടുക്കാൻ പറ്റുമായിരുന്നോ? അത്രയും മുമ്പ് ഫോട്ടോഗ്രാഫി ഉണ്ടായിരുന്നു എന്നുള്ളത് വേറെ ചോദ്യം, ഒരു സാങ്കല്പികമായിട്ടുള്ള ചോദ്യമാണ്. ഇതിങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചേക്കുന്ന ലക്ഷക്കണക്കിന് ഫോട്ടോകളുടെ അടുക്കിൽ ഏറ്റവും മുകളിലിരിക്കുന്ന എൻ്റെ ഫോട്ടോ ആണെങ്കിൽ ഏറ്റവും താഴെ ഇരിക്കുന്നത് ഒരുപക്ഷെ ഒരു മീനായിരിക്കാം. അതായത് ഈ ലക്ഷക്കണക്കിന് ഫോട്ടോ അടുക്കി വെച്ച ഈ സ്റ്റാക്കിലാണ് മുകളിലും താഴെ രണ്ട് ജീവികളാണ് എന്ന് പറഞ്ഞത്. ഈ സ്റ്റാക്കിൽ അടുത്തടുത്തുള്ള രണ്ട് ഫോട്ടോകൾ എടുത്തു കഴിഞ്ഞാൽ ഈ ജീവികൾ തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷേ ഏറ്റവും മുകളിലത്തെ ഫോട്ടോയും ഏറ്റവും താഴത്തെ ഫോട്ടോയും രണ്ട് വ്യത്യസ്ത ജീവികളായിരിക്കും. അതായത് ഈ തലമുറകളിലൂടെ പതിയെ മാത്രം വരുന്ന മാറ്റങ്ങളാണ് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ പുതിയൊരു ജീവിവർഗം തന്നെയായിട്ട് മാറുന്നതിന് കാരണമാകുന്നു. മിക്കപ്പോഴും പൂർവിക ജീവിയും ഈ പുതിയ ജീവിവർഗവും തമ്മിൽ ഒരു കാലത്ത് ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടാകില്ല. കാരണം ആ പരിണാമം പുതിയ ജീവിവർഗങ്ങളുടെ ഉദയത്തിലേക്ക് നയിക്കും. പഴയ ജീവികൾ പതിയെ നാമാവശേഷമായി പോകും. നമ്മൾ ഈ കഥ പറയുമ്പോഴാണ് ഈ ഒരു ജീവിയുടെ ശരീരം സിനിമയിലൊക്കെ വിഷ്വൽ എഫക്ട്സ്, സ്പെഷ്യൽ എഫക്ട്സ് ഒക്കെ വെച്ച് ഒരു ജീവി മറ്റൊരു ജീവിയായിട്ട് മാറുന്നത് പോലെയുള്ള കഥ പലപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നവർക്ക് പരിണാമം ബുദ്ധിമുട്ട് ആയിട്ട് തോന്നുന്നത്. ഇത് ഒരു ജീവിയിൽ വരുന്ന മാറ്റമല്ല എന്നും ലക്ഷക്കണക്കിന് തലമുറകളിലൂടെ വർഷങ്ങളെടുത്ത് വരുന്ന മാറ്റമാണ് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും ഇതിന് എടുക്കുന്ന സമയമാണ് പരിണാമം മനസ്സിലാക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ട് നമുക്ക് സൃഷ്ടിക്കുന്നത്. ഇനി അടുത്ത തെറ്റിദ്ധാരണയിലേക്ക് വരാം, അത് ഫോസിലുകളെ കുറിച്ചിട്ടുള്ളതാണ്. പല ആളുകളും പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അവരുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഫോസിലുകളാണ്. ഫോസിലുകൾ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, മുൻപ് ജീവിച്ചിരുന്ന ജീവികളുടെ ശരീരങ്ങൾ എന്തെങ്കിലുമൊക്കെ രീതിയിൽ പ്രിസർവ് ചെയ്യപ്പെടുമ്പോൾ അതിനാണ് നമ്മൾ ഫോസിൽ റെക്കോർഡുകൾ എന്ന് വിളിക്കുന്നത്. അത് ഒരു ജീവിയുടെ ശരീരം തന്നെ ആകണമെന്നില്ല, ചിലപ്പോൾ ഒരു കെമിക്കൽ മാത്രവുമാകാം. അങ്ങനെ പല രീതിയിൽ
ഫോസിലുകൾ ഉണ്ടാക്കപ്പെടാം. പക്ഷേ നമുക്കറിയാവുന്ന പോലെ നമ്മുടെ മനസ്സിൽ പലപ്പോഴും ഫോസിൽ എന്ന് പറയുന്ന വാക്ക് കൊണ്ടുവരുന്നത് അസ്ഥികൂടങ്ങളുടെ ചിത്രങ്ങളാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഒരു ജീവിയുടെ ശരീരത്തിലെ അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാകുന്നത് അതിനകത്ത് ഏറ്റവും ബലമുള്ള ഭാഗമായിട്ടുള്ള അസ്ഥികളാണ് എന്നുള്ളത് കൊണ്ട് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു ജീവിയുടെ ശരീരത്തിൽ പ്രിസർവ് ചെയ്യാൻ ആകെ സാധ്യതയുള്ളത് അതിൻ്റെ ഈ ഹാർഡ് ടിഷ്യൂ ആണ്. അസ്ഥി പോലുള്ള ഹാർഡ് ടിഷ്യൂസ് മാത്രമാണ്. നമ്മുടെ സ്കിന്നോ നമ്മുടെ മാംസമോ ഒക്കെ പെട്ടെന്ന് ജീർണിച്ചില്ലാതായി പോകുന്ന ഭാഗങ്ങളാണ്. അസ്ഥികൂടം മാത്രമാണ് അവശേഷിക്കുന്നത്. അപ്പോഴും ഫോസിലുകൾ എന്ന് പറയുന്നത് അസ്ഥികൂടങ്ങൾ അതേപടി നമുക്ക് കിട്ടുന്നതല്ല. ഫോസിലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ അസ്ഥികൂടങ്ങളെ കൂടുതൽ ഈട് നിൽക്കുന്ന മിനറൽസ്, ധാതുക്കൾ റീപ്ലേസ് ചെയ്ത് ആ അസ്ഥികൂടത്തിൻ്റെ അതേ ഷേപ്പ് പ്രിസർവ് ചെയ്യപ്പെടുമ്പോഴാണ് നമുക്ക് ഫോസിലുകൾ ഉണ്ടായി എന്ന് പറയുന്നത്. ചിലയിടങ്ങളിൽ അത് ഒരു പാറക്കെട്ടിനുള്ളിൽ പെട്ടുപോയ ഒരു ജീവി. ആ പാറക്കെട്ടിനുള്ളിൽ എന്ന് പറയുമ്പോൾ ഒരു 2 പാറകളുടെ ഇടുക്കിൽ പെട്ടുപോകുന്നതിനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ കാണുന്ന ഈ പ്രത്യേകിച്ച് സെഡിമെൻ്ററി റോക്കുകൾ എന്ന് വിളിക്കുന്ന അവസാദ ശിലകൾ, ഈ പാറകൾ പാളികളായിട്ടാണ് രൂപം കൊള്ളുന്നത്. ഈ പാളികൾ രൂപം കൊള്ളുന്നതിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങളുടെ ജിയോളജിക്കൽ പ്രോസസ്സുകളുണ്ട്. അത് പതിയെ അവസാദങ്ങൾ എന്ന് പറയുന്ന സെഡിമെൻറ്റുകൾ അടിഞ്ഞാണ് ഉണ്ടാകുന്നത്. ഈ അവസാദങ്ങൾ അടിയുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ജീവിയുടെ ശരീരം കൂടി അടിഞ്ഞു പോയെങ്കിൽ അതിന് മുകളിലേക്ക് കൂടുതൽ അവസാദങ്ങൾ അടിഞ്ഞു പോകുമ്പോൾ ഈ ജീവിയുടെ ശരീരം അതിനകത്ത് പ്രിസർവ് ആകപ്പെടും. അത് ആ ശരീരമായിട്ടല്ല, ഈ അവസാദങ്ങൾ കുറേ ധാതുക്കൾ, കുറേ മിനറൽസ് വന്ന് ഈ ജീവിയുടെ ശരീരത്തിലെ ഹാർഡ് ടിഷ്യൂവിനെ റീപ്ലേസ് ചെയ്യുമ്പോൾ ആ ഭാഗം ചിലപ്പോൾ അതൊരു എം ടി സ്പേസ് ആയിട്ടായിരിക്കും നമുക്ക് കാണുന്നത്, ഒരു കാസ്റ്റ് പോലെ ആയിരിക്കും കിട്ടുന്നത്. ചിലപ്പോൾ അതേ ശരീരം തന്നെ പ്രിസർവ് ചെയ്യപ്പെട്ടേക്കാം. അങ്ങനെയാണ് ഫോസിലുകൾ രൂപം കൊള്ളുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫോസിലുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ന് പഴയ കാലത്തെ ജീവികളെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഫോസിലുകൾ എന്ന് പറയുന്നത് ഒരു ഭാഗ്യം മാത്രമാണ്. കിട്ടിയാൽ കിട്ടി. അതായത് ഒരു പ്രത്യേക ജീവിവർഗം ജീവിച്ചിരുന്ന സ്ഥലത്ത് ഫോസിലൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയ നടക്കാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, ഇല്ലായിരിക്കാം. ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ജീവിയുടെ ഫോസിൽ നമുക്ക് കിട്ടും. അതിന് ഉണ്ടായാൽ തന്നെ നമ്മളത് ചെന്ന് കണ്ടെത്തണമെന്നുമില്ല. കണ്ടെത്താൻ സാധ്യതയുള്ള പ്രദേശങ്ങളെ മനുഷ്യനെ അന്വേഷിച്ച് ചെന്ന് കിട്ടിയാൽ കിട്ടി. ചിലപ്പോൾ ഫോസിലുകൾ ഇഷ്ടംപോലെ ഉണ്ടാവും, നമ്മൾ ഇനിയും കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഭൂമിയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ഒരു ചെറിയ ജീവിയുടെ, ഒരു വണ്ടിൻ്റെ വലിപ്പമുള്ള ഒരു ജീവിയുടെ ഫോസിൽ നമ്മൾ ആ ഭാഗത്ത് തന്നെ നോക്കിയാലേ കാണും. നമ്മൾ ആ പരിസരം മുഴുവൻ അന്വേഷിച്ചാൽ പോലും ഒരുപക്ഷെ ആ പ്രത്യേക ഭാഗത്തേക്ക് കണ്ണ് ചെന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫോസിൽ മിസ്സാവും. അപ്പോൾ അതുകൊണ്ട് ഡാർവിൻ പരിണാമസിദ്ധാന്തത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവുകളിലൊന്നായിട്ട് അദ്ദേഹം നിരത്തിയത് ഫോസിൽ റെക്കോർഡുകൾ തന്നെയാണ്, അതിൽ സംശയമില്ല. പക്ഷേ ഫോസിൽ റെക്കോർഡുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം നിൽക്കുന്ന ഒരു സിദ്ധാന്തമല്ല ജീവപരിണാമ സിദ്ധാന്തം. അപ്പോൾ അതുകൊണ്ട് പല ആളുകളും പറയും മിസ്സിംഗ് ലിങ്കുകൾ നമുക്കില്ല. അതായത് പക്ഷിയും ഉരകത്തിനും ഇടയിലുള്ള ആർക്കിയോപ്റ്റെറിക്സ് എന്ന് പറയുന്ന ഫോസിലിനെ കുറിച്ച് പലപ്പോഴും പറയാറുണ്ട്. അങ്ങനെ പല മനുഷ്യനും തൊട്ട് മുമ്പുള്ള പൂർവിക ജീവിക്കും ഇടയിലുള്ള മിസ്സിംഗ് ലിങ്ക് എവിടെ, ഇങ്ങനെയുള്ള മിസ്സിംഗ് ലിങ്ക് എന്ന് പറയുന്ന വാക്ക് ആൾക്കാർ ചോദിക്കും. ഈ മിസ്സിംഗ് ലിങ്ക് എന്ന് പറയുന്ന ഫോസിലുകൾ നമുക്ക് ഒരുപാടെണ്ണം കിട്ടിയിട്ടുണ്ട്, അത് വേറെ കാര്യം. ഇനി കിട്ടിയില്ലെങ്കിലും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ജീവപരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതെന്ന് ഓർമ്മിക്കേണ്ടതുണ്ട്. മിസ്സിംഗ് ലിങ്കുകൾ നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. കിട്ടിയില്ലെങ്കിലും, അതായത് ഫോസിലുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അഡീഷണൽ എവിഡൻസസ് മാത്രമാണെന്ന്. അതായത് കിട്ടിയാൽ നമുക്കത് വളരെ സ്ട്രോങ് ആയിട്ടൊരു എവിഡൻസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ ഫോസിലുകളെ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഫോസിലുകൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കിട്ടണമെന്ന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. ജീവപരിണാമ സിദ്ധാന്തത്തിന് ഫോസിലുകൾ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസസ് ആണ്. പക്ഷേ ഫോസിലുകളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ട് കണ്ടെത്തിയിരിക്കുന്ന ഒരു സിദ്ധാന്തമല്ല ജീവപരിണാമ സിദ്ധാന്തം. ഇനി പരിണാമത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും ആളുകൾ പറയുന്നത് ഈ കണ്ണ് പോലെയുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗൻസ്, വളരെ സങ്കീർണമായിട്ടുള്ള അവയവങ്ങൾ എങ്ങനെ ഉണ്ടായി എന്ന് പരിണാമ സിദ്ധാന്തത്തിലൂടെ വിശദീകരിക്കാൻ കഴിയില്ല എന്നാണ്. അങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും ഇൻ്റലിജൻറ്റ് ഡിസൈൻ എന്ന് പറയുന്ന ഒരു ആശയത്തിൻ്റെ സഹായം തേടും. അതായത് ഏതോ ബുദ്ധിയുള്ള ഒരു ഏജൻറ്റ്, വളരെ സൂപ്പർ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഡിസൈനർ ഇരുന്ന് ഡിസൈൻ ചെയ്തുണ്ടാക്കിയാൽ മാത്രമേ ഇത്തരം കോംപ്ലക്സ് ഓർഗൻസ്, കണ്ണുകളാണ് പലപ്പോഴും ഉദാഹരണമായിട്ട് ഉപയോഗിക്കുന്നത്, ഓർഗൻസ് ഉണ്ടാകൂ എന്നാണ് അവരുടെ വാദം. ഒന്ന്, കണ്ണുകൾ വളരെ സങ്കീർണമായിട്ടുള്ളൊരു അവയവമാണ് എങ്കിൽ പോലും മനുഷ്യൻ്റെ കണ്ണെടുത്താൽ മനുഷ്യൻ്റെ കണ്ണിന് ഒരുപാട് ഡിസൈൻ പോരായ്മകളുണ്ട്. മനുഷ്യൻ്റെ ശരീരത്തിലെ ഡിസൈൻ പോരായ്മകളെക്കുറിച്ച് നമ്മൾ മുമ്പ് ഇതേ ചാനൽ സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് അതൊരിക്കൽ കൂടെ കണ്ട് നോക്കാം. വളരെ വളരെ മോശം ഡിസൈനറിൻ്റെ ഒരു വർക്കാണ് നമ്മുടെ ശരീരം എന്ന് പറയേണ്ടി വരും. പല രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഡിസൈൻ പിഴവുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡിസൈനർ ഉണ്ടെങ്കിൽ മാത്രമേ ഇതുണ്ടാകൂ എന്ന് വാദിക്കുന്നവർ ആ ഡിസൈനറോട് തലയിൽ മുണ്ടിട്ട് നടക്കാൻ പറയണം. അതിന് മാത്രം മണ്ടത്തരങ്ങൾ ഈ ഡിസൈനർ നമ്മുടെ ശരീരത്തിൽ കാണിച്ചു വെച്ചിട്ടുണ്ട്. അത് വേറെ തന്നെ വിഷയമാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോംപ്ലക്സ് ഓർഗൻസ് ഉണ്ടാകുന്നതിന് തടസ്സമൊന്നുമില്ല, പ്രൊവൈഡഡ് നമുക്ക് ഒരുപാട് സമയം അവൈലബിൾ ആയിരിക്കണം. പ്രത്യേകിച്ച് കണ്ണിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ ഇതുപോലെ കോടിക്കണക്കിന് വർഷത്തെ പരിണാമത്തിലൂടെ പതിയെയാണ് ഈ കോംപ്ലക്സിറ്റി ഉണ്ടാകുന്നത്. ഈ കണ്ണുകൾ ഇന്ന് ഈ കാണുന്ന രൂപത്തിലല്ല ആദ്യമായിട്ടുണ്ടാകുന്നത്.
ജീവികളെ സംബന്ധിച്ചിടത്തോളം ചുറ്റുപാടുകളെ നാവിഗേറ്റ് ചെയ്യുന്നതിന് വളരെ പ്രധാനപ്പെട്ട, ചുറ്റുപാടുകളെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാന സ്രോതസ്സായിട്ട് ലൈറ്റിനെ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് കണ്ണിൻ്റെ തുടക്കം. അതായത് ആ ലൈറ്റിനോട് സെൻസിറ്റീവായിട്ടുള്ള ഒരു കെമിക്കൽ ലഭ്യമാകുന്നിടത്താണ്. ഫോട്ടോ സെൻസിറ്റീവായിട്ടുള്ളൊരു ഒരു കെമിക്കൽ ആണ് ആദ്യത്തെ കണ്ണ് എന്ന് പറയുന്നത്. ഈ കാണുന്ന പോലെ കാഴ്ച എന്ന് വിളിക്കാൻ പറ്റില്ല, ലൈറ്റ് എവിടെ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റും. ഇനി ആ ലൈറ്റിലൂടെ ഇമേജ് ഫോർമേഷൻ ഉണ്ടാകണം. അപ്പോൾ കണ്ണിന് ലെൻസ്, കണ്ണ് ഒരു ഐബോളായിട്ട് ഫോം ചെയ്യുന്നത്, ഇതൊക്കെ ലക്ഷക്കണക്കിന് വർഷത്തെ പരിണാമം കൊണ്ട് പതിയെ ഉണ്ടായി വന്നതാണ്. അതായത് ആദ്യത്തെ കണ്ണ് പ്രകാശത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയുന്നത് മാത്രമായിരുന്നു. അതിനെയാണ് നമ്മൾ കണ്ണായിട്ട് കണക്കാക്കിയിരുന്നത്. പിന്നീട് പ്രകാശം എവിടെ നിന്ന് വരുന്നു, അതിൻ്റെ ദിശ മനസ്സിലാക്കാൻ കഴിയുന്നത്, പിന്നെ പ്രകാശത്തിൽ നിന്ന് ഇമേജ് തിരിച്ചറിയാൻ കഴിയുന്നത്, പിന്നെ ആ ഇമേജ് വ്യക്തമായി ഫോം ചെയ്യാൻ കഴിയുന്നത്, അങ്ങനെ പലതരത്തിലുള്ള കണ്ണുകൾ, കോമ്പൗണ്ട് ഐസ് എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള കണ്ണുകൾ. ഇപ്പോൾ ഈച്ചയുടെ കണ്ണ്, മനുഷ്യൻ്റെ കണ്ണ് നമ്മൾ വ്യത്യസ്തതയുണ്ട്. അങ്ങനെ ഇപ്പോൾ തുമ്പിയുടെ കണ്ണ് വ്യത്യസ്തമാണ്. അങ്ങനെ ഈ കണ്ണുകളിൽ തന്നെ പല വൈവിധ്യങ്ങളുണ്ടാകുമ്പോൾ പോലും ഈ കാഴ്ച എന്ന് പറയുന്ന പ്രക്രിയ സാധ്യമാക്കുന്ന ജനിതകം, പല ജീനുകളും എല്ലാം കോമൺ ആണ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ചില മാർഗ്ഗങ്ങളിലൂടെയാണ് ഈ കാഴ്ച സാധ്യമാകുന്നത് എന്നുള്ള ജനിതക സാമ്യം നമുക്ക് കാണാൻ പറ്റും. പറഞ്ഞു വരുന്നത്, ഈ കോംപ്ലക്സ് ഓർഗൻ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കാൻ പരിണാമ സിദ്ധാന്തത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം പരിണാമ സിദ്ധാന്തത്തിലൂടെ ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കോടിക്കണക്കിന് വർഷങ്ങളെടുത്താണ്. ഭൂമിയിൽ ജീവന് ഏതാണ്ട് 400 കോടി വർഷത്തെ പഴക്കമുണ്ട്. ആദ്യത്തെ ജീവി ഉണ്ടായിട്ട് അത്രയെങ്കിലും വർഷം ഉണ്ടായിട്ടുണ്ടാവും. നമ്മളീ പറയുന്ന കോംപ്ലക്സ് യൂക്കാരിയോട്ട് എന്ന് പറയുന്ന അകത്തും ന്യൂക്ലിയസും ഒക്കെയുള്ള ഈ സങ്കീർണ കോശങ്ങൾ ഉണ്ടായിട്ട് തന്നെ 10-200 കോടി വർഷങ്ങൾ പഴക്കമായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കോംപ്ലക്സിറ്റി ഉണ്ടാകാനുള്ള സമയം ലഭ്യമാണ്. ആ സമയമുള്ളിടത്തോളം കാലം പരിണാമത്തിന് മുമ്പിൽ ഈ കോംപ്ലക്സിറ്റി ഒന്നുമല്ല. അപ്പോൾ കണ്ണ് പോലുള്ള ഓർഗൻ എങ്ങനെ ഉണ്ടായി എന്ന് പരിണാമസിദ്ധാന്തത്തിന് വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്ന് നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത ആരോ പറഞ്ഞാണ്, അല്ലെങ്കിൽ അത് മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണ്. പരിണാമസിദ്ധാന്തത്തിൽ കണ്ണ് പോലുള്ള കോംപ്ലക്സ് ഓർഗൻസിനെ വിശദീകരിക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു തടസ്സവും എങ്ങും ആരും നേരിടുന്നില്ല. ഇനി 2 തെറ്റിദ്ധാരണകൾ കൂടിയുണ്ട്, അത് നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം. ഒന്ന്, എവല്യൂഷൻ ഈസ് ജസ്റ്റ് എ തിയറി. ഇത് പലരും പറയാറുണ്ട്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള ആളുകളാണ് ഇത് പ്രചരിപ്പിച്ചിട്ടുള്ളത്. അത് വെറൊരു തിയറിയാണ്. ഇവിടുത്തെ പ്രശ്നം, ഇംഗ്ലീഷിലെ കോമൺ ലാംഗ്വേജ്, അതായത് സാധാരണക്കാർ സംസാരിക്കുന്ന ഇംഗ്ലീഷ് ഭാഷയിൽ തിയറി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ഊഹം എന്നാണ്. അതായത് അതെൻ്റെ ഒരു തിയറിയാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്കങ്ങനെയാണ് തോന്നുന്നത് എന്നാണ്. പക്ഷേ സയൻസിൽ അക്കാഡമിക്കായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ തിയറി എന്ന് പറയുന്ന വാക്ക് വെറും ഊഹമല്ല. കാരണം ഒരു അറിവിനെ, ഒരു വസ്തുതയെ തിയറി ആയിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഘട്ടങ്ങളിലൂടെ അത് കടന്നു വരണം. ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമാണ് നമ്മൾ കണ്ടെത്തുന്നത്, ഒരു ചോദ്യത്തിലുള്ള ഉത്തരമാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഇത് നേരെ ഉത്തരവായിട്ടല്ല സയൻസിലുണ്ടാകുന്നത്. അതുണ്ടാകുന്നത് ഒരു ഹൈപ്പോത്തിസിസ് ആയിട്ടാണ്. ആ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യപ്പെടണം, പല രീതിയിൽ ടെസ്റ്റ് ചെയ്യും. ഹൈപ്പോത്തിസിസ് ഉണ്ടാകുന്ന പ്രഡിക്ഷൻ, ആ പ്രഡിക്ഷൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രഡിക്ഷൻ എക്സ്പെരിമെൻറ്റിലൂടെയോ ഒബ്സർവേഷനിലൂടെയോ ശരിയാകുന്നുണ്ടോ എന്ന് നോക്കണം. ശരിയാകുന്നുണ്ടെങ്കിൽ ആ ഹൈപ്പോത്തിസിസ് ശരിയാണ് എന്ന ഒരു വിശ്വാസത്തിലേക്ക് നമ്മളെത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെയും ആ ഘട്ടത്തിലൂടെ കടന്നു പോകണം. ഹൈപ്പോത്തിസിസ് പൂർണ്ണമായും ശരിയല്ല എന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ ഹൈപ്പോത്തിസിസ് റിവൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെ പല ഘട്ടത്തിലൂടെ പിന്നെയും തെളിയിക്കപ്പെട്ടാണ് ഹൈപ്പോത്തിസിസ് ആവശ്യത്തിന് സ്ട്രെങ്ത് ഉള്ള എവിഡൻസ് എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് അതൊരു തിയറി ആയിട്ട് മാറുന്നത്. അപ്പോഴും തിയറി ചോദ്യങ്ങൾക്ക് ഓപ്പണായി കിടക്കുകയും ചെയ്യും. അപ്പോൾ സയൻസിൽ തിയറി എന്ന് പറയുന്നത് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലോജിക്കലായി നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ള ഒരു കാര്യകാരണ ബന്ധത്തെയാണ് നമ്മൾ തിയറി എന്ന് വിളിക്കുന്നത്, ഊഹത്തെ അല്ല. അത് കോമൺ ലാംഗ്വേജിൽ തിയറി എന്ന് പറയുന്ന ഒരു ഊഹം മാത്രമായിരിക്കും. പക്ഷേ സയൻസിൽ തിയറി എന്ന് വിളിക്കുന്നത് ഹൈപ്പോത്തിസിസിൽ തുടങ്ങി പലതവണ ഹൈപ്പോത്തിസിസ് പരിഷ്കരിച്ചും തെറ്റിദ്ധരുത്തിയും പരീക്ഷിക്കപ്പെട്ടും നിരീക്ഷിക്കപ്പെട്ടും ഒക്കെ എത്തിച്ചേരുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് തിയറി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തിയറി ഓഫ് ബയോളജിക്കൽ എവല്യൂഷൻ എന്ന് പറയുന്നത് ബയോളജിക്കൽ എവല്യൂഷനെ സംബന്ധിച്ചിട്ടുള്ള ഊഹം എന്ന അർത്ഥത്തിലല്ല, പരിണാമ സിദ്ധാന്തം എന്ന അർത്ഥത്തിലാണ്. അത് ഊഹമല്ല, അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സിദ്ധാന്തം ആയിട്ട് തന്നെയാണ് ഇന്ന് നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു വാൽക്കഷ്ണം പോലെ പറയാവുന്ന മറ്റൊന്ന്, ഇന്നും ഒരുപാട് പേര് കരുതുന്നത് എവല്യൂഷൻ ഈസ് നോട്ട് പ്രൂവൺ. ഇപ്പോഴും സയൻറ്റിസ്റ്റുകൾ തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ബയോളജിക്കൽ എവല്യൂഷൻ എന്നുള്ളതാണ്. ശരിയാണ്, ബയോളജിക്കൽ എവല്യൂഷനെ സംബന്ധിച്ച് ഒരുപാട് തർക്കങ്ങളുണ്ട്. അത് സയൻറ്റിസ്റ്റുകൾ തമ്മിലല്ല, അത് സയൻറ്റിസ്റ്റുകളും മിക്കപ്പോഴും മതവിശ്വാസികളും തമ്മിലാണ്. കാരണം പല മതവിശ്വാസങ്ങൾക്കും വിരുദ്ധമാണ്. ഒരുപക്ഷെ 6000 വർഷം മാത്രം പഴക്കമുള്ള ഭൂമി എന്ന സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കോടിക്കണക്കിന് വർഷം കൊണ്ട് നടക്കുന്ന പരിണാമം അസാധ്യമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിനെതിരാണ്. അല്ലെങ്കിൽ ഒരു സൂപ്പർ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ഏജൻസി മണ്ണ് കുഴച്ചതിന് ശേഷം ഉണ്ടാക്കിയാണ് മനുഷ്യനുണ്ടായതെന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 32 ലക്ഷം വർഷം മുമ്പ് ആസ്ട്രോലോപിത്തിക്കസ് അഫറൻസിസ് എന്ന് പറയുന്ന മറ്റൊരു ജീവിവർഗത്തിൽ നിന്നാണ് ഇന്ന് കാണുന്ന ഹോമോസാപ്പിയൻസ് ഉണ്ടായതെന്ന് വിശദീകരിക്കാൻ എന്ന പറച്ചിൽ അവർക്ക് ദഹിക്കില്ല. കാരണം അവർക്ക് അത് ഘടകവിരുദ്ധമാണ്. അങ്ങനെയുള്ളവരാണ് പലപ്പോഴും
ഈ ഒരു വാദം മുന്നോട്ട് വെക്കുന്നത്. അതായത് സയൻറ്റിസ്റ്റുകൾ തമ്മിൽ ഇപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് പരിണാമ സിദ്ധാന്തത്തെ സംബന്ധിച്ച്. ശരിയാണ്, പരിണാമ സിദ്ധാന്തം സംബന്ധിച്ച് തർക്കങ്ങൾ ഒരുപാട് നിലവിലുണ്ട്, സയൻറ്റിസ്റ്റുകൾക്കിടയിലും തർക്കങ്ങളുണ്ട്. ആ തർക്കം പരിണാമ സിദ്ധാന്തം ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനെ കുറിച്ചല്ല എന്ന് മാത്രം. അത് ഒരു പ്രത്യേക ജീവിയുടെ ഒരു പ്രത്യേക പരിണാമ പ്രശ്നം അതെങ്ങനെയാണ് സംഭവിച്ചത്, അതിൻ്റെ വഴി എന്താണ്. ഈ പറയുമ്പോൾ ഒറ്റയടിക്ക് തങ്ങ് പറഞ്ഞു തീർക്കാമെങ്കിലും ഓരോ ജീവിയെ സംബന്ധിച്ചും ഓരോ കാലഘട്ടത്തിലും ഓരോ വഴിയിലാണ് അവയുടെ പരിണാമം സംഭവിച്ചിട്ടുണ്ടാകുക. അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട് പരിണാമത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ. ഈ ഡീറ്റെയിൽസിൻ്റെ കാര്യത്തിൽ പലപ്പോഴും തർക്കം ഉണ്ടാകാറുണ്ട്. ഒരു പ്രത്യേക ജീവിവർഗം ഇന്ന കാലഘട്ടത്തിൽ ഇന്ന സ്ഥലത്തുണ്ടായിരുന്നോ, ഈ ചോദ്യത്തിൽ സയൻറ്റിസ്റ്റുകൾ തമ്മിൽ തർക്കമുണ്ടായേക്കാം. കാരണം അവൈലബിൾ തെളിവുകൾ 100% കൃത്യമായിരിക്കണമെന്നില്ല. തെളിവുകൾക്ക് വിശ്വാസ്യത കുറവുണ്ടാകാം, ചിലത് വ്യക്തത കുറവുണ്ടാകാം. അങ്ങനെയുള്ള കാര്യങ്ങൾ സയൻറ്റിസ്റ്റുകൾ തമ്മിൽ തർക്കിക്കും. അത് ജീവപരിണാമ സിദ്ധാന്തം ശരിയാണോ തെറ്റാണോ എന്നതിനെ കുറിച്ചല്ല. ഒരു പ്രത്യേക സ്ഥലത്തെ ഒരു പരിണാമം നേരിടുന്ന ഡീറ്റെയിൽസിനെ കുറിച്ചാണ് ഈ തർക്കം നടക്കുന്നത്. പലപ്പോഴും ഇപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന സയൻറ്റിസ്റ്റുകളല്ല. അത് സയൻറ്റിസ്റ്റുകളിൽ നിന്നും ജീവപരിണാമ സിദ്ധാന്തം കേൾക്കുമ്പോൾ തങ്ങളുടെ വിശ്വാസം മുറിപ്പെട്ടതായിട്ട് കരുതുന്ന ആളുകൾ ഉണ്ടാക്കുന്ന തർക്കങ്ങളാണ്. ആ തർക്കങ്ങൾ സയൻസിനുള്ളിലെ തർക്കങ്ങളല്ല. ഇനിയും ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ടാകും. നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലിസ്റ്റിൽ പെടാത്ത തെറ്റിദ്ധാരണകൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഈ തെറ്റിദ്ധാരണകൾ നിങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം സയൻസിൻ്റെ ഒരു പ്രത്യേകത ഏതാണ്, നിങ്ങളത് വിശ്വസിക്കണമെന്നതിന് പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല. എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് ഒത്തുചേർന്ന് വരുന്നത് ജീവപരിണാമ സിദ്ധാന്തം ശരിയാണ് എന്ന് പറഞ്ഞതുകൊണ്ടല്ല ജീവപരിണാമ സിദ്ധാന്തം ശരിയാകുന്നത്. മറിച്ച് അതിൻ്റേതായ തെളിവുകളും അതിൻ്റേതായ ലോജിക്കൽ റീസണിങ്ങും ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ തെറ്റിദ്ധാരണകൾ കൊണ്ട് നടക്കുന്നവർക്ക് മാറ്റാൻ ഇതൊരു സഹായകമാകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാറ്റാൻ തയ്യാറായിക്കോളൂ. പഠിച്ചു കഴിഞ്ഞാൽ ഇത് മാറാൻ സാധ്യതയുള്ള തെറ്റിദ്ധാരണകൾ മാത്രമാണ്. പഠിക്കില്ല, ഇത് മാറ്റാൻ സാധ്യതയില്ലാത്ത, മാറ്റാൻ പാടില്ലാത്ത തെറ്റിദ്ധാരണകളാണ് എന്ന് കരുതുന്നവർക്ക് അതുകൊണ്ട് നടക്കാം. എല്ലാവർക്കും അവരവർക്ക് ഇഷ്ടമുള്ളത് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസവുമായിട്ട് മുമ്പോട്ട് പോകാം. ആരും തടയാൻ വരുന്നില്ല. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ.